ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എനിക്ക് ഫ്രെയിം ചെയ്യുമ്പോൾ പറ്റിയ തെറ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും തെറ്റ് പറ്റും, പക്ഷേ അതെങ്ങനെ തിരുത്താമെന്നുള്ളതും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ക്യാൻവയിലേക്ക് പോയിട്ട് ആദ്യം ഞാൻ ഇത് ഒന്ന് സെറ്റാക്കി എടുത്ത്, അങ്ങനെ ആദ്യത്തെ ഇത് ലാസ്റ്റത്തെ പിക്ചറാണ് കേട്ടോ. അതിന് മുമ്പ് ഫസ്റ്റിലൊക്കെ ഞാൻ സെറ്റാക്കി ഇതേപോലെ തന്നെ ആയിരുന്നു, പക്ഷേ അത് ആ കസ്റ്റമറിന് പറ്റിയില്ല. പിന്നെ 2-3 പ്രാവശ്യം ഇതേപോലെ ഞാൻ പ്രിൻ്റ് എടുത്ത് കേട്ടോ. പക്ഷേ നമ്മൾ ഈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് വരിക. കാരണം ഓരോ തവണയും നമ്മൾ തന്നെ ബസ് കയറി പോകണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്ത് പോയിട്ട് വേണം ഇത് സെറ്റാക്കി പ്രിൻ്റൊക്കെ വീണ്ടും എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരും അങ്ങനെ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. നമുക്ക് വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടായിരിക്കും അത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഞാൻ ആദ്യം ഫ്രെയിം വാങ്ങിച്ചു കൊടുന്നു. അതേപോലെ എന്താ കണ്ടോ, 3 പ്രിൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. 3 പ്രിൻ്റ്. അപ്പോൾ കണ്ടില്ലേ, ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒന്ന് പിക്സാർട്ട് വഴി ഞാൻ എഡിറ്റ് ചെയ്തതാണ്. ഒന്ന് ക്യാൻവ, 2 ക്യാൻവ വഴി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് 3 ഞാൻ എടുത്ത് കൊണ്ടുവന്നപ്പോൾ 3 ഇതിന് സ്യൂട്ടാവുന്നില്ല. അപ്പോൾ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഫ്രെയിം വാങ്ങിയിട്ട് വേണം നമ്മൾ ഇവിടെ പോകേണ്ടത്, പ്രിൻ്റ് ഷോപ്പിൽ പോവേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഓരോ ഫ്രെയിമും ഓരോ രീതിക്കായിരിക്കും. നമ്മളിപ്പോൾ A3 എന്ന് പറഞ്ഞാലും A4 എന്ന് പറഞ്ഞാലും ഒക്കെ ഓരോ ഫ്രെയിമിൻ്റെ ഇതിലും ചില ഫ്രെയിമിൽ അവരത് അച്ചടിക്കുന്ന സമയത്ത്, അതിലുണ്ടാക്കുന്ന സമയത്ത് അവർ ചിലത് കുറച്ച് വീതി നീളമൊക്കെ കൂടാം, ചിലത് കുറയാം. പക്ഷെ നമ്മൾ A4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് പ്രിൻ്റ് എടുക്കുമ്പോൾ അവർ കറക്റ്റ് A4 തന്നെ പ്രിൻ്റ് ആക്കി തരും. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഫ്രെയിമിൻ്റെ ആ ഒരു സൈസ് അവർക്ക് കണക്കൂട്ടാൻ പറ്റില്ല. അതിലേറ്റവും നിങ്ങൾ A3യിൽ എപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങൾ A3ൻ്റെ ഫ്രെയിമിൻ്റെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ A3 എപ്പോഴും നമ്മൾ ചിലപ്പോൾ ചതിക്കാറുണ്ട്. കാരണം എനിക്ക് ഒരു അനുഭവം മാത്രമല്ല, 2-3 അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ A3 പ്രിൻ്റ് ഫ്രെയിം ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ ഫ്രെയിമേറ്റ് വേണം ഈ ഒരു ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങളത് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. കാരണം എന്തായാലും A3 ഫ്രെയിമിൽ അവർ ചെറിയൊരു മാറ്റം വരാനുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ ഞാനിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് ഈ ഒരു ഇത് പറ്റിയത് കേട്ടോ. ഞാൻ 3 പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നു. ഈ 3 പ്രാവശ്യവും നമ്മൾ ഓരോ തവണ പോകണ്ടേ. അപ്പോൾ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി സാധാ പോലെ തന്നെ ഫ്രെയിമിൻ്റെ ഉള്ളിലൊക്കെ തുറന്ന് ഞാൻ ആ ഗ്ലാസ്സൊക്കെ നന്നായിട്ട് തുടച്ച് അതിൻ്റെ കറക്റ്റിന് വെട്ടി എടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് സെറ്റാക്കി എടുത്തത്. ബാക്കിയുള്ള 2 ഷീറ്റും എനിക്ക് വേസ്റ്റ് ആവേണ്ടായത്. അപ്പോൾ ഞാൻ ആ ഷീറ്റ് വെച്ചിട്ട് വെറുതെ കളയണ്ടല്ലോ, ആ ഒരു ഫോട്ടോ വെച്ചിട്ട് ഞാൻ ചെറിയൊരു മിനി ഇതുപോലെ ആൽബം പോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അവരുടെ ആ ഒരു തൃപ്തി കൂടെയാണ് കേട്ടോ. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായാലെങ്കിലും കൂടെ അവർക്കത് എത്രയോ കാലം സൂക്ഷിക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് ഓരോന്നും അതിൻ്റേതായിട്ടുള്ള ആ ഒരു വൃത്തിക്ക് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓരോ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെയുള്ള എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കിയിട്ട് ലാസ്റ്റ് ഈ ഒരു ബ്ലാക്ക് ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്, ഒന്ന് സെക്യൂർ ആക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചില ആൾക്കാരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരിതൊന്നും സെക്യൂർ ആക്കാതെയാണ് ചിലപ്പോൾ കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മളിത് അവർക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു വൃത്തിക്ക് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല റാപ്പിംഗ് ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതും ഒന്ന് റാപ്പ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ ഈ ഒരു A3 ഫ്രെയിം മേടിക്കുമ്പോൾ അത്രയും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടാണ് പോയി വരാനും അല്ലാന്നുണ്ടെങ്കിൽ കൊണ്ടുവരാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ ആ ഒരു ഷീറ്റ് നമ്മൾ ഒരിക്കലും ഈ ചുളുക്കി മടക്കാൻ പാടില്ല. മടക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വര അതിൽ വീണിട്ട് വീണ്ടും നമുക്ക് പണി കിട്ടും. അപ്പം റോൾ ചെയ്തിട്ട് മാത്രം കൊണ്ടുവരിക കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഞാനിപ്പോൾ ഇത് റെഡിയാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് ഇതിലൊരു സർപ്രൈസ് കൊടുക്കുക, അവരെ ഹസ്ബൻഡിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് അവർക്കൊരു പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ പറ്റിക്കുന്ന രൂപത്തിൽ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു
സാധാ ചാർട്ട് പേപ്പറിൽ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒരു ഫോട്ടോ ഇങ്ങനെ വരച്ചിട്ടുണ്ടായി. ചുമ്മാ 2 ആളുകളുടെ ഒരു ഫോട്ടോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് മുകളിൽ വെച്ചിട്ടാണ് റാപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സാധാ ടാപ്പ് നമ്മൾ അതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു പെയിൻറ്റും പോരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ വൈറ്റ് ഫ്രെയിമാണല്ലോ, അപ്പോൾ ആ വൈറ്റ് ആ ഒരു പെയിൻറ്റിങ് ഈ ഒരു ടാപ്പിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പരമാവധി നല്ല വൃത്തിയിൽ വെച്ചിട്ട് വേണം അതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ചിലപ്പോൾ നമുക്ക് തൊടുന്നതൊക്കെ ചിലപ്പോൾ പണി കിട്ടാനുണ്ട്. അപ്പം ഇതാ ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആദ്യം ഞാനൊരു ആ ഒരു ബാക്കി 2 ഫോട്ടോയിലുണ്ടായിരുന്ന ആ ഒരു പ്രിൻറ്റിലുണ്ടായിരുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, 3 പ്രിൻറ്റ് ഞാൻ എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ 3 പ്രിൻറ്റിലുണ്ടായിരുന്ന ബാക്കി ഫോട്ടോസ് എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു റിംഗ് ആൽബം പോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു റിങ്ങൊക്കെ വെച്ചിട്ട് അതിലേക്കൊന്ന് സെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ ഒരു ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി പറഞ്ഞ ഒരു ഗ്രീറ്റിംഗ് കാർഡൊക്കെ പോലെ ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ബാക്കി ഫോട്ടോസ് നമ്മുടെ കയ്യിൽ ചെന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ അതും വളരെ ഹാപ്പിയായി. അപ്പോൾ ഇതും ഒന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അത്രയും സന്തോഷം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾ ബാക്കി വരുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മേത്തുനിന്ന് ഒഴിവാവുകയും ചെയ്യും, അവർക്ക് സന്തോഷമാവുകയും ചെയ്യും. അപ്പോൾ അവർക്ക് എന്താ പറയുക, നമ്മൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണെങ്കിലും കൂടെ ഫ്രെയിമൊന്നും ചെയ്ത് കൊടുത്തു. പക്ഷേ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ ഇതേപോലെ ഒരു ഗ്രീറ്റിംഗ് കാർഡിലൊക്കെ പോലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിരിക്കും, കാണാനും നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇതേപോലെയൊക്കെ ഒന്ന് ഗിഫ്റ്റ് പോലെയൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ ഞാനിതാ അതൊന്ന് പാക്കിംഗ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ മുകളിലൊക്കെ ഒരു സെറ്റപ്പ് ആക്കിയിട്ട്, ഇതൊക്കെ നമുക്ക് പിൻട്രസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരിക്കും ഗിഫ്റ്റ് റാപ്പ് ചെയ്യണതൊക്കെ. അപ്പോൾ അതൊന്ന് എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റം കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി ഞാൻ ഇതൊന്ന് 2 പേപ്പറിലാണ് റാപ്പ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ എത്ര നമുക്ക് ഒരിക്കലും ഒരു പേപ്പറിൽ റാപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പേപ്പറും കൂടെ വെച്ചിട്ട് വേണം റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രെയിമിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. ഞാൻ 2 കൂടെ വെച്ചിട്ടുള്ള ഒരു പിക്കാണിത്. ഇതിപ്പോൾ ഇതിലേക്കുള്ള വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ വരുന്നത്. കുറച്ചും കൂടെ ലെങ്ത്തും കൂടെ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ആ ഒരു വീഡിയോ സെറ്റപ്പൊക്കെ കുറച്ചൊരു ലെങ്ത്തിൽ ഇത് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ആ ഒരു ലാൻഡ്സ്കേപ്പിൽ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വൃത്തിയിൽ കിട്ടും കേട്ടോ. ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു ഇത് ഇങ്ങനെ കാണുന്നത്. നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ളിടത്തുനിന്ന് എടുക്കുക. പിന്നെ നമ്മൾക്ക് ഈ ഒരു A3 ഫ്രെയിം ആയതുകൊണ്ട് തന്നെ വലിയൊരു ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണ്ടി വരും കേട്ടോ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്രെയിം ചെയ്യുമ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നല്ല നല്ല നിങ്ങൾക്ക് ഗ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ താങ്ക്